ഇനി എന്തൊക്കെ വെച്ചാൽ പറയുന്നത് മെസ്സി അടക്കി വെച്ചോ അങ്ങനെയാണെങ്കിൽ മെസ്സിയോടോ മുഖാമുഖം അതായത് നേരത്തെ കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിജയം ഗോൾ അസിസ്റ്റ് മാൻ ഓഫ് ദി മാച്ച് എല്ലാം മെസ്സിയാണ്. പിന്നെ ഈ ടൈറ്റിൽ കോമ്പറ്റീഷൻ്റെ കാര്യം പറയുന്നത് യൂറോപ്പിലെ ബിഗ് ടീം സൈഡിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീംസിനെ നോക്കിയാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഗോൾ കളിക്കാൻ അത് മെസ്സിയാണ്. പറയുമ്പോൾ മെസ്സി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നില്ല എന്നിട്ടാണ് മെസ്സി ഇത്രയും ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ളത്. മെസ്സിയെ അടക്കി ഭരിച്ചതുകൊണ്ട് തന്നെയാണ് ബ്രോ മെസ്സി അടക്കി ഭരിച്ചു എന്ന് പറയുന്നത്. മെസ്സിയൊക്കെ സ്പെയിനിൽ വന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ 2013 മുതൽ 2014 2017 കാലയളവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ 4 ബാലൻ ഡിയോറാണ് നേടിയത്. അതും മെസ്സിയൊക്കെ സ്പെയിനിൽ വന്നിട്ടാണ് നൽകുന്നത്. 1-4 എന്ന് പറയുന്നിടത്ത് നിന്നും 5-5 എന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ സ്പെയിനിൽ വെച്ച് തന്നെയാണ് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത്. അതും മെസ്സിയൊക്കെ സ്പെയിനിൽ വന്നിട്ടാണ് നേടിയതും കൂടെ ആലോചിക്കണം. പിന്നെ നേടിയ ടൈറ്റിലെല്ലാം ടോപ്പ് ഗോൾ സ്കോററും ടോപ്പ് അസിസ്റ്റും എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്നെയാണ്. പിന്നെ ഈ മാൻ ഓഫ് ദി മാച്ചിൻ്റെ കാര്യം പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും കൂടുതൽ ഗോൾ ആർക്കാം, ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും കൂടുതൽ ഗോൾ പാസ് ആർക്കാം, ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും അസിസ്റ്റ് ആർക്കാം, പിന്നെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലും നോക്കൗട്ട് സ്റ്റേജിൽ അതുപോലെ ഫൈനലും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചാരാ അതും ആരും പോയി നോക്കാം. പിന്നെ ഹാട്രിക് യൂസിൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു ടീം അല്ലെങ്കിൽ ആരും ഹാട്രിക് യൂസ് ചെയ്യുന്ന ചരിത്രത്തിലാണ് ആ കാലയളവിൽ മെസ്സിനെ കരക്കിടിച്ച് മുട്ടയിടിച്ചെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തോ കരയിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. 2008 അന്ന് സെമി ഫൈനലിൽ നിങ്ങളെ കരയിപ്പിച്ച് വിട്ടതല്ലേ. അതുപോലെ തന്നെ മെസ്സി ജയിച്ചു ഒരു സെലിബ്രേഷൻ ചെയ്തെന്ന് പറഞ്ഞ് കരയിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. ആ വർഷം ലാലിഗ ചാമ്പ്യന്മാരാണ് റയൽ മാഡ്രിഡ്. പക്ഷേ അതിന് റൊണാൾഡോ റിവെഞ്ച് കൊടുത്തേ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ വിന്നിംഗ് ഗോൾ അടിച്ചിട്ടാണ് സെലിബ്രേഷൻ ചെയ്ത് നിങ്ങളെ കരയിപ്പിച്ച് വിട്ടത്. അതൊക്കെ നിങ്ങൾ മറന്നതാണ്, ഞങ്ങൾ മറക്കത്തില്ല. പിന്നെ പോർച്ചുഗലിന് ഇതിഹാസ താരങ്ങൾ പ്രീമിയർ ലീഗിൽ 1-2 ലീഗുകളിൽ ഉണ്ടെന്ന് പറയും. അവരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുള്ള സമയത്ത് വേൾഡ് കപ്പിൽ 2 വട്ടം യോഗ്യത നേടി. യൂറോ കപ്പിലും 2 വട്ടം. 100% വേൾഡ് കപ്പ് കോൺട്രിബ്യൂഷൻ വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം 100% യൂറോ കപ്പ് കോൺട്രിബ്യൂഷൻ വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. ഇവർ ആദ്യമായി ചരിത്രത്തിൽ കപ്പ് നേടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്യാപ്റ്റൻസി നിന്നുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് കൊടുത്ത കപ്പാണ് അവരിലുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ ലെജൻസ് എനിക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇവരുണ്ട് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല, അവൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഈ കമ്പയറൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ്.